നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഉത്തരാഖണ്ഡിൽ ഇരട്ട മേഘ വിസ്ഫോടനങ്ങളെ തുടർന്ന് മിന്നൽ പ്രളയം. ഉത്തർകാശിയിലെ ധരാലിൽ ഒരു ഗ്രാമം ഭാഗികമായി ഒലിച്ചുപോയി. 4 മരണം സ്ഥിരീകരിച്ചു. സുഖി മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ ഹർസിൽ സൈനിക ക്യാമ്പിനെ ബാധിച്ചെന്ന് സൂചന. സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരാഖണ്ഡിന് എല്ലാ സഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തൃശൂരിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. 2 ദിവസം കൂടി കനത്ത മഴയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ചേർത്തല തിരോധാന കേസുകളിൽ പോലീസിനെ വട്ടം കറക്കി സെബാസ്റ്റ്യൻ. അന്വേഷണത്തോട് സഹകരണമില്ല, ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അസാധാരണ ആത്മവിശ്വാസമെന്ന അന്വേഷണ സംഘം. വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിനോട് സെബാസ്റ്റ്യന് പുച്ഛഭാവം. ഭാര്യ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാൻ നീക്കം. പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥികളുടെ DNA പരിശോധനാ ഫലം കാത്ത് പോലീസ്. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയുമായി ഭാര്യ മഞ്ജുഷ. കണ്ണൂരിലെ വിചാരണ കോടതിയിലാണ് ഹർജി നൽകിയത്. SIT അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ലെന്ന് K നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ക്ലാസ് മുറികളിൽ നിന്ന് പിൻബെഞ്ച് സമ്പ്രദായം ഒഴിവാക്കാൻ സർക്കാർ. അനുയോജ്യമായ മാതൃക കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പിൻബെഞ്ചുകൾ വിദ്യാർത്ഥികളുടെ പഠനത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുമെന്ന് വി ശിവൻകുട്ടി. CISF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തെ ചൊല്ലി രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. അംഗങ്ങളെ നിയന്ത്രിക്കാൻ ഭാവിയിൽ CISF ഉദ്യോഗസ്ഥരെ വിളിക്കുമോ എന്ന് മല്ലികാർജ്ജുൻ ഖർഗെ. മാർഷലുകൾ മാത്രമാണ് സുരക്ഷയ്ക്കായി സഭയിലുള്ളതെന്ന് പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു. സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളിൽ വിവാദം ഒഴിയുന്നില്ല. അടൂരിനെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പി. പരാമർശം തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി. വാക്കുകളിൽ വകതിരിവ് വേണമെന്ന് CPI നേതാവ് K പ്രകാശ് ബാബു. ആടി രക്തമുള്ളവർ മാത്രമേ സിനിമയെടുക്കാൻ പാടുള്ളൂ എന്നാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ കാഴ്ചപ്പാടെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു. കൂത്താട്ടുകുളം നഗരസഭയിൽ LDFന് ഭരണം നഷ്ടമായി. ചെയർമാനും വൈസ് ചെയർമാനും പുറത്ത്. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് LDF വിമത അംഗം കലാരാജു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തെന്ന് LDF. കള്ളന്മാരെ കലാരാജുവിനെ സംരക്ഷിക്കുമെന്ന് UDF. എറണാകുളം കവളങ്ങാട് പഞ്ചായത്തിലും LDFന് ഭരണം നഷ്ടമായി. ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് ഉറപ്പായതോടെ കായിക മന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. വി അബ്ദുറഹ്മാനെ പരിഹസിച്ച് VD സതീശൻ. കേരളത്തിലെ കായിക പ്രേമികളെ വി അബ്ദുറഹ്മാൻ വഞ്ചിച്ചെന്ന് മുസ്ലിം ലീഗ്. തെറ്റിദ്ധരിപ്പിച്ചതിന് സർക്കാർ മാപ്പ് പറയണമെന്ന് PMA സലാം 24. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കർണാടക ധർമ്മസ്ഥലയിലെ ഇന്നത്തെ തിരച്ചിൽ ഒന്നും കണ്ടെത്താനായില്ല. 11-12 സ്പോട്ടുകളാണ് ഇന്ന് പരിശോധന നടന്നത്. ഇതിനിടെ ഇന്നലെ കണ്ടെത്തിയ അസ്ഥികൂടത്തിലെ അന്വേഷണം ആര് നടത്തുമെന്നതിൽ ആശയക്കുഴപ്പം. മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുന്നത് ആലോചനയില്ലെന്ന് റായ്പൂർ അതിരൂപത. ബജ്രംഗ് ദൾ നേതാക്കൾക്കെതിരായ പെൺകുട്ടികളുടെ പരാതിയിൽ ഇതുവരെ കേസെടുക്കാതെ പോലീസ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തള്ളി VHP ദേശീയ നേതൃത്വം. ജാമ്യം കിട്ടിയതുകൊണ്ട് മാത്രം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത പ്രശ്നം തീരുന്നില്ലെന്ന് MV ഗോവിന്ദൻ. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ നിയമ നടപടിക്ക് തുടക്കമിട്ട് സാന്ദ്ര തോമസ്. പത്രിക തള്ളിയത് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം സബ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത് ബാലിശമായ കാര്യങ്ങൾ ഉന്നയിച്ചെന്ന് നടൻ പ്രകാശ് ബാരയെ പറഞ്ഞു. കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കും. സംഭവശേഷം വീട്ടിലെ CCTV DVR യുവതി നശിപ്പിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം. ജമ്മു കശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ദീർഘനാളായ അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. സത്യപാൽ മാലിക് ഗവർണർ പദവിയിൽ ഇരിക്കുമ്പോഴാണ് ജമ്മു കശ്മീരിനുള്ള പ്രത്യേക അധികാരങ്ങൾ റദ്ദാക്കിയത്. BJP നേതാവായിരിക്കെ തന്നെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരന്തരം രൂക്ഷമായ വിമർശനങ്ങൾ സത്യപാൽ മാലിക് ഉന്നയിച്ചിരുന്നു. പാർട്ടിയുടെ ക്രൈസ്തവ നയതന്ത്രം പാളിയെന്ന ഒരു വിഭാഗത്തിന്റെ വിമർശനത്തിന് പിന്നാലെ ക്രൈസ്തവ പിന്തുണയാർജിക്കാൻ തീവ്ര നീക്കവുമായി BJP. ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ബിഷപ്പുമാരെയും സന്ദർശിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്താൻ തീരുമാനം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാമിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനെ ചുമതലപ്പെടുത്തി.
ബി.ജെ.പി. നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷിയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയതിൽ കുറ്റം സമ്മതിച്ച് മുൻ ജീവനക്കാർ. അറസ്റ്റിലായ ജീവനക്കാരുമായി ക്രൈംബ്രാഞ്ച് തട്ടിപ്പ് രീതി പുനരാവിഷ്കരിച്ചു. തട്ടിപ്പ് നടത്തിയ രീതി പ്രതികൾ വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളമറിഞ്ഞ അപകടം. രണ്ടുപേരെ രക്ഷപ്പെടുത്തി. ചിറയൻകീഴ് സ്വദേശി അഭിലാഷ്, വെട്ടൂർ സ്വദേശി കിരൺ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇരുവരുടെയും പരുക്ക് ഗുരുതരമല്ല. SC/ST വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമം ദുർബലമാക്കുന്നതിന് കാരണം വ്യാജ പരാതികളെന്ന് മന്ത്രി OR കേളു. അതിക്രമത്തിനെതിരായ കേസുകളെല്ലാം സെറ്റിലാകുന്നു. ശിക്ഷ വിധിക്കുന്ന അപൂർവം കേസുകളിൽ മാത്രമെന്നും മന്ത്രി പറഞ്ഞു. നടനും പ്രേം നസീറിന്റെ മകനുമായ ഷാനവാസിന്റെ മൃതദേഹം പാളയം ജുമാ മസ്ജിദിൽ ഖബറടക്കി. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 11:30 അന്ത്യം. 4 വർഷമായി വൃക്ക ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുമെന്ന് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത സിയാൽ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. പത്തനംതിട്ട ആറന്മുള ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. 56 വർഷത്തെ പഴക്കമുള്ള പ്രധാന കെട്ടിടത്തിന്റെ ഫിറ്റ്നസാണ് റദ്ദാക്കിയത്. സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിലായി. പത്തനംതിട്ട റാന്നിയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇനിയും ഇത്തരം സംഭവം ഉണ്ടായാൽ പിരിച്ചുവിടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അധ്യാപികയ്ക്ക് ശമ്പള കുടിശ്ശിക നൽകാൻ വൈകിയതിന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. കൊല്ലം കൊട്ടാരക്കര ഗാന്ധിമുക്കിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. റിട്ടയർഡ് അധ്യാപികയായ 72 വയസ്സുള്ള സരസമ്മയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. അയൽവാസിയായ ശശിധരൻ അറസ്റ്റിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ 2 ജീവനക്കാർക്ക് സസ്പെൻഷൻ. സബ് ഗ്രൂപ്പ് ഓഫീസർ പുരുഷോത്തമൻ പോറ്റി, ജീവനക്കാരൻ മധു എന്നിവർക്കെതിരെയാണ് നടപടി. ദേവസ്വം കമ്മീഷനാണ് നടപടിക്ക് ഉത്തരവിട്ടത്. മോഷണം ആഘോഷിക്കാൻ ബാറിൽ കയറിയ മലയാളി കോയമ്പത്തൂരിൽ പിടിയിൽ. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി സയ്യിദ് അഹമ്മദ് മുബീനാണ് അറസ്റ്റിലായത്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈ സ്വദേശിയുടെ 3 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പും പണവും അടങ്ങുന്ന ബാഗ് മോഷ്ടിച്ച ശേഷമാണ് ബാറിൽ കയറി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. കോടികൾ വില വരുന്ന 12 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ബാങ്കോക്കിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുഭാഗം സ്വദേശി അതുല്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണം കൈമാറിയത്. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. കൊച്ചിയിൽ തൊഴിൽ തട്ടിപ്പെന്ന് പരാതി. വൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ചാർട്ടേഴ്സ് ട്രാവൽസിനെതിരെയാണ് പരാതി. മികച്ച ജോലി നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പലതവണയായി പണം തട്ടിയെന്ന ആരോപണം. 300-ലധികം തൊഴിലാളികൾ ദുബായിലെ ലേബർ ക്യാമ്പിൽ അനുഭവിച്ചത് ദുരവസ്ഥയെന്ന് പരാതി. രാജ്യവ്യാപകമായി തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ തടസ്സപ്പെട്ടു. പാഴ്സലുകൾ, സ്പീഡ് പോസ്റ്റുകൾ തുടങ്ങി തപാൽ വകുപ്പിന്റെ പല സേവനങ്ങളും തടസ്സപ്പെടുകയോ വൈകുകയോ ചെയ്തു. പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയതിനിടെയാണ് സേവനങ്ങൾ മുടങ്ങിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയതിൽ വീണ്ടും പ്രതിഷേധം. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കുട്ടികൾ തിരിച്ചുപോയി. നാളെ PTA അടിയന്തര യോഗം ചേരും. നിരോധന ഉത്തരവ് മറികടന്ന് മൂന്നാറിൽ സിപ്ലൈൻ പ്രവർത്തനം. CPM നേതാവ് MM മണിയുടെ സഹോദരൻ MM നമ്പോദന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സിപ്ലൈൻ. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കരുതെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. BJP നേതാവ് C സദാനന്ദന്റെ കാലുവെട്ടിയ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയപ്പ് നൽകിയതിനെ ന്യായീകരിച്ച് മട്ടന്നൂർ MLAയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ. പ്രതികൾ അങ്ങനെയൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരല്ലെന്ന് KK ശൈലജ പറഞ്ഞു. പ്രതികൾ മാന്യമായ ജീവിതം നയിക്കുന്നവരും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും പരാമർശം. കാസർകോട് കുമ്പളയിൽ പിതാവും ഭർത്താവും ചേർന്ന് മർദ്ദിച്ച് 20-കാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട യുവതി പിന്നീട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. യുവതിയെ കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ. ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കളമശ്ശേരി സ്വിഗ്ഗി ജീവനക്കാരൻ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ട്രാൻസ്പോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷിച്ച് സമഗ്രമായ റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ. പത്തനംതിട്ട കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച് വനം വകുപ്പ്. പുലി ഓടിക്കയറി വീടിനോട് ചേർന്ന ഭാഗത്താണ് കൂട് സ്ഥാപിച്ചത്.
ആലപ്പുഴയിൽ PDP പ്രവർത്തകർ ആംബുലൻസ് ദുരുപയോഗം ചെയ്തതായി പരാതി. കത്തിക്കുത്ത് കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നത് ആംബുലൻസിലെത്തിയ പ്രതികൾക്ക് താമരക്കുളത്ത് മാലയിട്ട് സ്വീകരണം. SYS സ്വാതന്ത്ര്യം ആംബുലൻസിനെതിരെയാണ് പരാതി. മികച്ച ഭക്ഷണം നൽകേണ്ടത് ജയിലിലല്ല സ്കൂളിലാണെന്ന കുഞ്ചാക്കോ ബോബന്റെ പ്രസംഗത്തിന് പിന്നാലെ നടനെ സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികൾക്ക് അത് സന്തോഷമാകുമെന്നും സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനുവും രുചിയും അറിയുകയും ചെയ്യാമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു. മുഴുപ്പിലങ്ങാട് RSS പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 5-ാം പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. പ്രതി മനോരാജിന് ജാമ്യവും അനുവദിച്ചു. മനോരാജിന്റെ അപ്പീലാണ് ഹൈക്കോടതി നടപടി. 100 ന്യൂസ് തുടരുന്നു. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ചെങ്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചുവരുകളിൽ വൈദ്യുതി പ്രവാഹമെന്ന് പരാതി. 1 മാസം മുമ്പേ ജീവനക്കാരന് ഷോക്കേറ്റിട്ടും ഇതുവരെ പരിഹാരമില്ല. റിബൺ കെട്ടിയാണ് കെട്ടിടത്തിന് അപായ സൂചന മുന്നറിയിപ്പ് നൽകിയത്. ചങ്ങനാശ്ശേരി നഗരസഭയിൽ LDF അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 2 കോൺഗ്രസ് അംഗങ്ങളെ അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബാബു തോമസ്, രാജു ചാക്കോ എന്നിവർക്കെതിരെയാണ് നടപടി. UDF നൽകിയ കൂറുമാറ്റ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മലപ്പുറം താനൂരിൽ ട്രെയിനിൽ നിന്ന് വീണ യുവതിക്ക് ഗുരുതര പരുക്ക്. നാഗപട്ടണം സ്വദേശിനി സുകന്യയ്ക്കാണ് ഗുരുതരമായി പരുക്കേറ്റത്. യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫിലിം കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ജാതീയ പരാമർശത്തിൽ പ്രതിഷേധവുമായി AAYF. പത്തനംതിട്ട അടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ കോലം കത്തിച്ചു. ജില്ലാ സെക്രട്ടറി S. അഖിൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പുനലൂരിൽ തീവണ്ടിയുടെ എഞ്ചിനിൽ തീപിടുത്തം. കൊല്ലം ചെന്നൈ എക്മോർ ട്രെയിനിന്റെ എഞ്ചിനിലാണ് തീപിടുത്തം ഉണ്ടായത്. ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. തൃശൂർ മലക്കപ്പാറയിലെ വീരൻകുടി അമരക്കാപ്പ് ഉന്നതികളുടെ പുനരധിവാസം അട്ടിമറിച്ചെന്നാരോപിച്ച് പ്രതിഷേധം. ആദിവാസികളുടെ നേതൃത്വത്തിൽ ചാലക്കുടി DFO ഓഫീസ് ഉപരോധിച്ചു. കാസർകോട് പടന്നക്കാട് ചീമേനി പോലീസ് സ്റ്റേഷനിലെ വാഹനം ബൈക്കിലും കാറിലും ഇടിച്ച അപകടം. 3 പേർക്ക് പരിക്കേറ്റു. കാനങ്ങാട്ടേക്ക് വരികയായിരുന്ന പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് ബൈക്ക് അപ്രതീക്ഷിതമായി കയറിയതാണ് അപകടകാരണം. ദേഹത്ത് വെള്ളം തെറിപ്പിച്ചത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥിയെ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതി. ആലപ്പുഴ അരൂർ സ്വദേശി യദുകൃഷ്ണനാണ് പരാതി നൽകിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വയനാട്ടിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ. പയ്യമ്പള്ളി വില്ലേജ് ഓഫീസർ KT ജോസിനെയാണ് വിജിലൻസ് പിടികൂടിയത്. 50,000 രൂപ കൈക്കൂലി സഹിതമാണ് പിടികൂടിയത്. കോഴിക്കോട് പയ്യാനക്കൽ കപ്പക്കൽ ബീച്ചിൽ ഡോൾഫിന്റെ ജഡം കരക്കഴിഞ്ഞു. ജഡം വനംവകുപ്പ് മാത്തോട്ടം വനശ്രീയിലേക്ക് മാറ്റും. 1 മീറ്റർ 10 സെന്റിമീറ്ററാണ് ഡോൾഫിന്റെ നീളം. ARV അഞ്ചലിന്റെ ആദ്യ പുസ്തകത്തിന്റെ കവർ പ്രകാശനം നടന്നു. പ്രമുഖ എഴുത്തുകാരും സിനിമാ പ്രവർത്തകരും ചേർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശനം ചെയ്തത്. നിങ്ങളല്ലാതെ ആരുണ്ടെന്നാണ് എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകം ഓറ ടേൽസ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. റോമിലെ വില്ല മാധുരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ആചരിച്ചു. ക്ഷേത്രാചാര്യൻ ശ്രീ ദേവേന്ദ്ര പ്രഭുവിന്റെ കാർമ്മികത്വത്തിൽ ശ്രീരാമപൂജയോടെയാണ് തുടക്കമായത്. ഷിൻഡു പ്രശാന്ത്, വിജയകുമാരി, വിജയകുമാർ എന്നിവർ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് ശശിയും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ചടങ്ങുകളിൽ പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ മത്സ്യത്തൊഴിലാളികളുടെ പങ്കിനെക്കുറിച്ച് നടത്തിയ പഠനത്തിന് പോലീസ് ഇൻസ്പെക്ടർക്ക് ഡോക്ടറേറ്റ്. SI B സജികുമാറാണ് കേരള കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടറേറ്റ് ലഭിച്ചത്. മികച്ച സേവനത്തിലുള്ള നിരവധി അവാർഡുകളും സജികുമാറിന് ലഭിച്ചിട്ടുണ്ട്. KCYM എറണാകുളം പോണൽ യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ലോഗോ പ്രകാശനം വരാപ്പുഴ അതിരൂപത മെത്രോപൊലിത്ത അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് ജോയാന തോമസ് ജോൺ അധ്യക്ഷത വഹിച്ചു. ഇടവക വികാരി ഫാദർ ആന്റണി ബിബു കാടമ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. മലപ്പുറം പരപ്പനങ്ങാടിൽ യാത്രക്കാർക്കും നാട്ടുകാർക്കും സൗജന്യ ഔഷധ കഞ്ഞി വിതരണം ചെയ്തു. ആംബുലൻസ് ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ പരപ്പനങ്ങാട് എമർജൻസി ടീമിന്റെ നേതൃത്വത്തിലാണ് കഞ്ഞി വിതരണം ചെയ്തത്. കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ MA കബീർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അറിയിപ്പ്. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ M.Tech സീറ്റ് ഒഴിവ്. താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 8 രാവിലെ 11 സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കണം.
തിരുവനന്തപുരം അരുവിക്കര സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് നടത്തുന്ന 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. SLC ആണ് അടിസ്ഥാന യോഗ്യത. താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റ് 8 രാവിലെ 10 നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. തിരുവനന്തപുരം വാമനപുരം ഗവൺമെന്റ് ITയിൽ പ്ലംബർ ട്രേഡിൽ പട്ടികവർഗ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ ഒരൊഴിവും വനിതാ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള ഏതാനും ഒഴിവുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 11 വൈകിട്ട് 5 മുമ്പ് ഓഫീസിൽ നേരിട്ട് ഹാജരാകും. തിരുവനന്തപുരം മലയൻകീഴ് ഊരൂട്ടമ്പലം റോഡിൽ 45 ദിവസത്തേക്ക് ഭാഗികമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. MLA ഓഫീസിന് സമീപം കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കോഴിക്കോട് മലാപ്പറമ്പ് ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ്സ് ടെക്നോളജി കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 6 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിലെത്തണം. ദേശീയ വാർത്തകൾ. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് നേരെ ആക്രമണം. സുവേന്ദു അധികാരിയുടെ വാഹനം തടഞ്ഞ് കരിങ്കുടി കാണിച്ചു. ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് BJP ആരോപിച്ചു. ഡൽഹി ചെങ്കോട്ടയിൽ അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 5 ബംഗ്ലാദേശ് പൗരന്മാർ പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവരാണ് പിടിയിലായത്. ജൂലൈ 15 മുതൽ ചെങ്കോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. ഡൽഹി ജഹാംഗീർപുരിയിലെ 15-കാരി ആൺ സുഹൃത്ത് വെടിവെച്ച് കൊലപ്പെടുത്തി. സുഹൃത്തിനൊപ്പം ലഘുഭക്ഷണം കഴിക്കാനെത്തിയ പെൺകുട്ടിക്ക് നേരെ പ്രതി ആര്യൻ വെടിയുതിർക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെൺകുട്ടിയെ രക്ഷിക്കാനായില്ല. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ മൃതദേഹം ആംബുലൻസിൽ നിന്നും വലിച്ചു വെച്ച് പ്രതിഷേധം. മദ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹവുമായാണ് കുടുംബം പ്രതിഷേധിച്ചത്. സംഭവത്തിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്ത്യയ്ക്കുമേൽ ഇറക്കുമതി തീരുവ ഇനിയും കൂട്ടുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ റഷ്യൻ സന്ദർശനത്തിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനമെന്നാണ് വിവരം. 17,000 കോടിയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ വ്യവസായി അനിൽ അംബാനി ഡൽഹിയിലെ ED ആസ്ഥാനത്ത് എത്തിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ഇന്ത്യയിലെത്തി. രാഷ്ട്രപതി ഭവനിലെത്തിയ ഫിലിപ്പീൻസ് പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു സ്വീകരിച്ചു. 2022 അധികാരമേറ്റ ശേഷം മാർക്കോസിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത്. സുപ്രീം കോടതിയുടെ വിമർശനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യത്തിലെ MPമാർ. ദേശീയ താൽപര്യമുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തമെന്ന് ഇന്ത്യ സഖ്യത്തിലെ MPമാരുടെ യോഗം വിലയിരുത്തി. രാജ്യാന്തര വാർത്തകൾ. ഗസ മുനമ്പ് പൂർണ്ണമായും പിടിച്ചടക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി സൂചന. ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പുതിയ നീക്കത്തിന് പിന്നിൽ. നിർദ്ദേശം വേഗത്തിൽ നടപ്പാക്കിയില്ലെങ്കിൽ രാജിവെക്കാൻ IDF തലവനോട് നെതന്യാഹു ആവശ്യപ്പെട്ടതായ സൂചന. ബംഗ്ലാദേശിൽ അതിർത്തി ലംഘിച്ചെത്തിയ 48 ഇന്ത്യൻ മീൻപിടുത്ത തൊഴിലാളികൾ പിടിയിൽ. 3 ബോട്ടുകളും പിടിച്ചെടുത്തു. ശനിയാഴ്ച മാത്രം 14 പേരാണ് പിടിയിലായത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയോടുള്ള അനിഷ്ടവും പ്രതികാര നടപടിയും വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. എണ്ണ വാങ്ങി മറിച്ചുവിറ്റ് ലാഭമുണ്ടാക്കുന്ന ഇന്ത്യക്ക് മേൽ വീണ്ടും താരിഫ് ഉയർത്തുമെന്ന സൂചനയോടെയാണ് ട്രംപ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കുടിയേറ്റ വിസ അപേക്ഷകളുടെ സ്ക്രീനിംഗ് ശക്തിപ്പെടുത്തുന്നതിനായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഗ്രീൻ കാർഡ് നിയമങ്ങൾ പ്രകാരം ഇന്ത്യൻ കുടുംബങ്ങൾക്ക് കൂടുതൽ കർശനമായ പരിശോധന നേരിടേണ്ടി വരും. ബിസിനസ് വാർത്തകൾ. സ്വർണ്ണവില വീണ്ടും 3.25 ലക്ഷത്തിനടുത്ത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. പവന് 80 രൂപ കൂടി 74,960 രൂപയായി. ഗ്രാമിന് 9,370 രൂപ. ട്രംപ് ആഘാതത്തിൽ രൂപയും വ്യാപാരാരംഭത്തിൽ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 20 പൈസ കുറഞ്ഞു. ഡോളർ ഒന്നിന് 87 രൂപ 85 പൈസ. ചരിത്രം കുറിച്ച് UPI ഇടപാടുകൾ. പ്രതിദിന UPI ഇടപാടിൽ 70 കോടി കവിഞ്ഞു. ലക്ഷ്യമിടുന്നത് 100 കോടി രൂപയുടെ പ്രതിദിന ഇടപാട്.
അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ സഹമന്ത്രി ജിതിൻ പ്രസാദ്. റഷ്യൻ ബന്ധത്തെക്കുറിച്ചുള്ള തർക്കത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ലോക്സഭയിലെ പ്രതികരണം. ഇതുവരെ 5 റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. കൃഷി ഉൾപ്പെടെയുള്ള മേഖലകളെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും കരാർ. പോയ വർഷം ഡിമാൻഡിലുണ്ടായ കുറവ് നികത്താൻ FMCG കമ്പനികൾ പരസ്യച്ചിലവ് കൂട്ടാനൊരുങ്ങുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ചെലവാക്കുന്നത് 150 കോടി രൂപ. സ്റ്റോക്ക് വർദ്ധിപ്പിക്കാനുള്ള നിക്ഷേപവും കമ്പനികൾ നടത്തുന്നു. ഉഷാറായി രാജ്യത്തെ സേവന മേഖല. വളർച്ച 11 മാസത്തെ ഉയർന്ന നിരക്കിൽ. കയറ്റുമതി ഓർഡർ കൂടിയത് ജൂലൈയിലെ വളർച്ചയെ ത്വരിതപ്പെടുത്തി. സർവീസ് പർച്ചേസിംഗ് മാനേജർ സൂചിക 60.5 ഉയർന്നെന്ന് HSBC ഇന്ത്യ സർവീസ് ലിമിറ്റഡ് റിപ്പോർട്ട്. സ്പോർട്സ്. ബ്രസീലിയൻ ഫുട്ബോൾ ലീഗിൽ നെയ്മർ ജൂനിയറുടെ മികവിൽ സാന്റോസിന് ജയം. യുവന്റസിനെ 3-1 തോൽപ്പിച്ചു. നെയ്മർക്ക് ഇരട്ട ഗോൾ. ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിനെ പുകഴ്ത്തി ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ. ജോലി ഭാരത്തെക്കുറിച്ച് പറയുന്നവർ 5 ടെസ്റ്റിലും വിശ്രമമില്ലാതെ കളിച്ച് സിറാജിനെ മാതൃകയാക്കണമെന്ന് ഗവാസ്കർ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്തേക്ക് വരുന്ന ടീം ഇന്ത്യ. ഓസ്ട്രേലിയയും ശ്രീലങ്കയുമാണ് 1-2 സ്ഥാനങ്ങളിൽ. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ കളിക്കണമെന്നാണ് ആഗ്രഹമെന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം സ്റ്റീവ് സ്മിത്ത്. 2020 ക്രിക്കറ്റിലെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് സ്മിത്തിന്റെ മറുപടി. സ്പാനിഷ് താരം റോഡ്രിയുമായുള്ള കരാർ പുതുക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി. 2029 വരെയാണ് പുതിയ കരാർ. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 8 ISL ടീമുകളുമായി മറ്റന്നാൾ കൂടിക്കാഴ്ച നടത്തും. ISLന്റെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകളുമായാണ് കൂടിക്കാഴ്ച. ചെന്നൈ ചെസ് മാസ്റ്റേഴ്സ് ടൂർണമെന്റിന് നാളെ തുടക്കം. അർജുൻ എരിഗാഡി, വിദിത് ഗുജറാത്തി തുടങ്ങിയ പ്രമുഖർ ടൂർണമെന്റിന്റെ ഭാഗമാകും. ഫ്രഞ്ച് താരം യൂൾസ് കുണ്ടേ ബാഴ്സലോണയുമായുള്ള കരാർ പുതുക്കും. 2030 വരെയാകും പുതിയ കരാർ. കലാ സാംസ്കാരിക സിനിമാ വാർത്ത. ഡോക്ടർ പോളി മാത്യുവിന്റെ ജീവിതം പശ്ചാത്തലമാക്കിയ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. ചലച്ചിത്ര സംവിധായകനും നടനുമായ അനീഷ് ജെ കരിനാട് സംവിധാനം ചെയ്ത സ്നേഹപൂർവ്വം പോളി മാത്യു ഡോക്യുമെന്ററിയാണ് പ്രകാശനം ചെയ്തത്. M. വിൻസെന്റ് MLA, സോമതിരം ഹെൽത്ത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറായ ജേസൺ പോളി, ജിംസൺ പോളി എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ പോളി മാത്യുവിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആയുർവേദ എക്സലൻസ് അവാർഡ് പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് സമ്മാനിച്ചു. അഭിലാഷ് വാര്യർ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന അരൂപി എന്ന ചിത്രത്തിന്റെ പൂജാ സ്വിച്ച് കർമ്മം ഇടപ്പള്ളി അഞ്ചുമന ദേവീക്ഷേത്രത്തിൽ നടന്നു. വൈശാഖ് രവി, ബോളിവുഡ് ഫെയിം നോഹ ചൗള, അഭിലാഷ് വാര്യർ, സാക്ഷി ഭാട്ടിയ, കിരൺ രാജ്, സുജ റോസ്, അഞ്ജന മോഹൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രം. ആക്ടേഴ്സ് ഫാക്ടറി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തിരക്കഥാകൃത്ത് സന്തോഷ് ഉടുക്കി രചനയും സംവിധാനം നിർവഹിക്കുന്ന നിധി കാക്കും ഭൂതം എന്ന സിനിമയുടെ ചിത്രീകരണം ഇടുക്കിയിൽ ആരംഭിച്ചു. രവീന്ദ്രൻ കീരിത്താട് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ സാരംഗ് മാത്യു, അനീഷ് ഉപ്പുതോട്, ബിജു തോപ്പിൽ, ജോബി കുന്നത്തുംപാറ, ലിബിയ ഷോജൻ, ജിൻസി ജിസ്മിൻ തുടങ്ങിയവർ അഭിനയിക്കുന്നു. നവംബറിൽ ചിത്രം പ്രദർശനത്തിനെത്തും. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ത്രില്ലർ ചിത്രം ക്രിസ്റ്റീനയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസായി. സുധീർ കരമന, MR ഗോപകുമാർ, സീമാജി നായർ, നസീർ സംക്രാന്തി, രാജേഷ് ഖോബ്ര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ചിത്ര സുദർശനാണ് സിനിമയുടെ നിർമ്മാണം. പ്രചരിക്കുന്നതിലെ വസ്തുത നോക്കാം. ഫാക്ട് ചെക്ക്. അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ നടപടിക്കെതിരെ ഇന്ത്യ നടപടി തുടങ്ങിയെന്ന പ്രചാരണം വ്യാജം. S. ജയശങ്കറിന്റെ പേരിൽ പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇനി നാളെ അറിയാം. കൊല്ലം പുന്നല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. തിരുവല്ലയിൽ താലൂക്കിൽ നാളെ ജലവിതരണം മുടങ്ങും. ജല അതോറിറ്റി കോമ്പൗണ്ടിലെ പുതിയ ട്രാൻസ്ഫോർമർ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ജലവിതരണം മുടങ്ങുന്നത്. പത്തനംതിട്ട ഇലന്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെയാണ്. പത്തനംതിട്ട തടിയൂർ ക്ഷീരോത്പാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത് നാളെയാണ്. പന്തളം നഗരസഭ 26-27 വാർഡിൽ ബൈപ്പാസ് റോഡിന്റെ കോൺക്രീറ്റ് നടക്കുന്നതിനാൽ ഗതാഗതം തടസ്സപ്പെടും. ഗതാഗതം തടസ്സപ്പെടുക നാളെയാണ്. ഇപ്പോൾ കിട്ടിയത്. റഷ്യയിൽ ഭൂചലനം, 5 തീവ്രത രേഖപ്പെടുത്തി.
ജലന്ധറിൽ വാഹനാപകടം, കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണം. ഹണ്ടൻ ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി.